വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഫുഡ് ഫോർ ഹെൽത്ത്, അതായത് ആഹാരത്തിലൂടെ ആരോഗ്യം. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു അമ്മയും മകളും ഡോക്ടറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നടക്കുന്നത്. അമ്മ പറയാണ്, ഡോക്ടർ, ഐ തിങ്ക് മൈ ഡോട്ടർ ഈസ് അണ്ടർ വെയ്റ്റ്. ഷീ ഈറ്റ്സ് വെരി ലിറ്റിൽ ഫുഡ്. വാട്ട് ക്യാൻ ഐ ഡു? ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ വളരെ കുറച്ച് ആഹാരമേ കഴിക്കാറുള്ളൂ. എന്താണ് ചെയ്യേണ്ടത്? സോ ഡോക്ടർ പറയാണ്, സ്ലൈറ്റ് വെയ്റ്റ് ലോസ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ. ഈസൻ ഷീ ഇൻ എ ഗ്രോയിങ് ഏജ്? ഷീ വിൽ ബി ഫൈൻ സൂൺ, ബട്ട് ഷുഡ് എൻഷുർ ആഡിക്വേറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായിട്ട് എടുക്കേണ്ടതില്ല. വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണമെന്ന് ഡോക്ടർ അമ്മയോട് പറയാണ്. ഡിഡ് യു നോട്ടീസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മോം ആൻഡ് ദ ഡോക്ടർ? അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? സം ഓഫ് യു ഹാവ് ഹാഡ് ദിസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. വാട്ട് ഈസ് മെൻ ബൈ ന്യൂട്രീഷ്യസ് ഫുഡ്? എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? റൈറ്റ് യുവർ ഗസ്. നിങ്ങൾ ഊഹിച്ച് എഴുതുക. വി ഹാവ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് അറൗണ്ട് അസ്. പല തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. വി ഈറ്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കുക്ക്ഡ് ആൻഡ് റോ ഫുഡ് ഐറ്റംസ്. നമ്മൾ കുക്ക് ചെയ്തതും അല്ലാത്തതുമായ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കാറുമുണ്ട്. Some food items we usually eat are given in the pictures. നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദം? അവയെ എങ്ങനെയെല്ലാം നമുക്ക് തരംതിരിക്കാം? റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് സിരീൽസ്. സിരീൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ. സെക്കൻഡ് വണ്ണിൽ ഫ്രൂട്ട്സ്, ഇവിടെ വെജിറ്റബിൾസ്. ദിസ് വൺ പൾസസ്. പൾസസ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ. ഇത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഓക്കെ, നൗ വാട്ട് ആർ യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് എമംഗ് ദം? ഇതിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? എനി ഡിസ്ലൈക്സ്? ഇഷ്ടമില്ലാത്തവയോ ഉണ്ടോ? വൈ? എന്തുകൊണ്ട്? ഡിസ്കസ്. ലിസ്റ്റ് ദ ഫുഡ് ഐറ്റംസ് യു യൂഷ്വലി ഈറ്റ് ഇൻ എ ഡേ. നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കാറുള്ള ഭക്ഷണം ഈ ബോർഡിൽ, ഈ ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്നീ കോളത്തിൽ എഴുതുക. ലഞ്ച് എന്താണ് കഴിക്കുന്നത്, ഡിന്നർ എന്താണ് കഴിക്കുന്നത് എന്നീ ബോക്സിൽ എഴുതുക. ഷുഡ് വി ഈറ്റ് ഓൺലി ദ ഫുഡ് ഐറ്റംസ് വി ലൈക്ക്? നമുക്കിഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണോ നമ്മൾ കഴിക്കേണ്ടത്? പേ അറ്റൻഷൻ ടു ദ കോൺവെർസേഷൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോൺവെർസേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ 3 കുട്ടികളുണ്ട്. ഫസ്റ്റിലത്തെ ബോയ് പറയാണ്, മൈ ഫേവറേറ്റ് ഡിഷ് ഈസ് അപ്പം ആൻഡ് ബംഗാൾ ഗ്രാം കറി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയാണ്. അപ്പോൾ ഗേൾ പറയാണ്, ഐ ലവ് പുട്ട് ആൻഡ് ബനാന. എനിക്കിഷ്ടം പുട്ടും പഴവുമാണ്. അപ്പോൾ മൂന്നാമത്തെ കുട്ടി പറയാണ്, ഐ ഈറ്റ് നൂഡിൽസ് എവറി ഡേ. മോം പ്രിപ്പയേഴ്സ് നൂഡിൽസ് ഫോർ മീ ഡെയിലി. ഞാൻ എല്ലാ ദിവസവും നൂഡിൽസ് കഴിക്കാറുണ്ട്. അമ്മ എനിക്കെന്നും നൂഡിൽസ് ഉണ്ടാക്കി തരും. Did you notice what the 3 children said? ഈ 3 കുട്ടികൾ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? Will the food they like be enough for the growth and health of these 3? ഈ 3 പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്കിഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം കഴിച്ചാൽ മതിയാകുമോ? റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ, പ്രസൻറ്റ് ഇൻ ദ ക്ലാസ് ആൻഡ് എക്സ്പ്ലെയിൻ. നിങ്ങളുടെ ഒപ്പീനിയൻ, അതായത് നിങ്ങളുടെ അഭിപ്രായം എഴുതി ക്ലാസ്സിൽ അവതരിപ്പിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. വൈ ഫുഡ്? എന്തിനാണ് ആഹാരം? വൈ ഡു വി ഈറ്റ് ഫുഡ്? നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ഫുഡ്? എന്താണ് ആഹാരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? റീഡ് ദ റൈറ്റപ്പ് ഫ്രം എ ചിൽഡ്രൻസ് മാഗസിൻ. അതായത് കുട്ടികളുടെ മാസികയിൽ വന്ന ഒരു കുറിപ്പാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വായിക്കാം. അവർ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം. ഫുഡ് പ്രൊവൈഡ്സ് എനർജി ഫോർ അവർ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ദിവസേനയുള്ള ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ഭക്ഷണമാണ്.
Nutrients are the components required for our growth, to maintain health and to prevent diseases. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനുമൊക്കെ ആവശ്യമായ ഘടകങ്ങളാണ് ന്യൂട്രിയൻസ് അഥവാ പോഷകങ്ങൾ. വി ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഐറ്റംസ്. ഇവ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? യെസ്, ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. Carbohydrates, proteins, fats, vitamins and minerals are the nutrients present in food items. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. Though water is not a nutrient component, it is an important requirement for our daily activities. ജലം, അതായത് വാട്ടർ, വെള്ളം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ്. ഫൈബേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഐറ്റംസ് ആർ ഓൾസോ റിക്വയർഡ് ഫോർ ബോഡിലി ആക്ടിവിറ്റീസ്. ഭക്ഷ്യവസ്തുക്കളിലൊക്കെ കാണുന്ന നാരുകൾ, ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നാരുകൾ, അത് ശാരീരികമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ഓൾ ഫുഡ് ഐറ്റംസ് മേ നോട്ട് കണ്ടെയ്ൻ ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇൻ ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. ഹെൻസ് വി ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻറ്റ്സ്. അതുകൊണ്ട് നമ്മൾ പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നു. ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് വി ഈറ്റ്, ഇറ്റ്സ് ക്വാളിറ്റി ആൻഡ് ടൈം ഓഫ് കൺസംഷൻ ഇൻഫ്ലുവൻസ് അവർ ഹെൽത്ത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളുടെ അളവ്, നമ്മൾ കഴിക്കുന്ന സമയം, ദെൻ വൈവിധ്യങ്ങൾ, അതായത് വെറൈറ്റി ഓഫ് ഫുഡ്സ്, അതിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മയൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. സോ എവ്രി വൺ ഷുഡ് ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ഡിഡ് യു റീഡ് ദ റൈറ്റപ്പ്? നിങ്ങൾ ഈ കുറിപ്പ് വായിച്ചല്ലോ. അനലൈസ് ഇറ്റ് യൂസിങ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളൊക്കെ ഉപയോഗിച്ച് കുറിപ്പ് വിശകലനം ചെയ്യുക. വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്? പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ്? നമ്മളിവിടെ ഈ ബോക്സിൽ നമ്മൾ വായിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ എന്നാണ് പഠിച്ചത്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ്, വൈറ്റമിൻസ്, ഇതൊക്കെയാണ് മേജർ ന്യൂട്രിയൻസ്. Next one, what is the need for preparing food using different ingredients? അതായത് വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? കാരണം എന്തായിരുന്നു? നമുക്ക് എല്ലാ ഭക്ഷണ സാധനങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു. നെക്സ്റ്റ് വൺ, വൈ ഡു വി ഈറ്റ് ന്യൂട്രിയൻ റിച്ച് ഫുഡ്? നാം എന്തിനാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? ഓക്കെ, റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി. ലെറ്റ്സ് എൻക്വയർ മോർ അബൌട്ട് ദ ന്യൂട്രിയൻസ് ഇൻ ഫുഡ്. അതായത് നമ്മൾ കണ്ടെത്തിയ വിവരങ്ങളൊക്കെ സയൻസ് ഡയറിയിൽ എഴുതുക. ഇനി ആഹാരത്തിലെ പോഷക ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ടു ഒബ്റ്റെയിൻ എനർജി, ഊർജം ലഭിക്കാൻ. ഡു വി ഈറ്റ് ഫുഡ് ടു എൻജോയ് ദ ടേസ്റ്റ് ആൻഡ് ടു സാറ്റിസ്ഫൈ ഹങ്കർ എലോൺ? വിശപ്പ് മാറ്റാനും അല്ലെങ്കിൽ ടേസ്റ്റ് എൻജോയ് ചെയ്യാനും വേണ്ടി മാത്രമാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത്? വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യു യൂഷ്വലി എൻഗേജ് ഇൻ എ ഡേ? നിങ്ങൾ ഒരു ദിവസം എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്? ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ ഒന്ന് നോക്കുക. ഇതിൽ ഇവിടെ കുറേ കുട്ടികളുടെ പിക്ചർ കാണാം. അവർ ഓരോരോ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ആക്ടിവിറ്റീസ് ഡു യു സീ ഇൻ ദ പിക്ചർ? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? ഡോണ്ട് ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ എനർജി? ഇവയ്ക്കെല്ലാം, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം എനർജി, അതായത് ഊർജം ആവശ്യമില്ലേ? ഡു ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ ദ സെയിം എമൗണ്ട് ഓഫ് എനർജി? ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് ഇവയ്ക്കെല്ലാം ആവശ്യമായിട്ട് ഒരേ അളവിലാണോ ഊർജം ആവശ്യമായി വരുന്നത്? ഫ്രം വെയർ ഈസ് ദ എനർജി റിക്വയർഡ് ഫോർ ദീസ് ആക്ടിവിറ്റീസ് ഒബ്റ്റെയിൻഡ്? ലെറ്റ്സ് എക്സാമിൻ. അപ്പോൾ ഇതിനെല്ലാം വേണ്ട ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. സോ ഹിയർ ഫസ്റ്റ് വൺ, കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്ന പലതരത്തിലുള്ള മേജർ ന്യൂട്രിയൻസ് നമ്മൾ കണ്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാർബോഹൈഡ്രേറ്റ്.
ഓക്കെ, എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായിട്ടും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. കാർബോഹൈഡ്രേറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റംസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ലൈക്ക് സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബേഴ്സ്. അതായത് ഇവിടെ സ്റ്റാർച്ചിൻ്റെ ഫോമിൽ, അതായത് കാർബോഹൈഡ്രേറ്റ്സ് പല ഫോമിലാണ് കാണപ്പെടുന്നത്. സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഫൈബേഴ്സ് അതായത് നാരുകൾ, ഈ ഒരു രൂപങ്ങളിലായിരിക്കും കാർബോഹൈഡ്രേറ്റ്സ് ഭക്ഷണത്തിൽ സാധാരണയായിട്ട് ഉണ്ടാവുക. സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ അബുണ്ടൻസ് ഇൻ സിറിയൽസ് ആൻഡ് ട്യൂബേഴ്സ്. അപ്പം സ്റ്റാർച്ച് വളരെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഭക്ഷണവസ്തുക്കളാണ് സിരിയൽസും ട്യൂബേഴ്സും. ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽ വളരുന്ന കാണ്ഡങ്ങളെയാണ് നമ്മൾ ട്യൂബേഴ്സ് എന്ന് പറയുക. ഓക്കെ, വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് മോർ ഇൻ അവർ ഡയറ്റ് ടു ഗെറ്റ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി? നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? ഈ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഒന്ന് നോക്കുക. പെൺകുട്ടി എന്താണ് പറയുന്നത്? ഐ ഡ്രിങ്ക് മിൽക്ക് ഡെയിലി, ഡു ഐ ഗെറ്റ് സ്റ്റാർച്ച് ഫ്രം മിൽക്ക്? ഞാൻ എന്നും പാൽ കുടിക്കാറുണ്ട്, പാലിൽ നിന്ന് സ്റ്റാർച്ച് അതായത് അന്നജം ലഭിക്കുമോ എന്നാണ് പെൺകുട്ടി ചോദിക്കുന്നത്. ഡു ഓൾ ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ സ്റ്റാർച്ച്? വാട്ട് ഡു യു തിങ്ക്? എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജം ഉണ്ടോ, സ്റ്റാർച്ച് ഉണ്ടോ? നിങ്ങളുടെ ഊഹം എന്താണ്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ഇഫ് സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് വി ഈറ്റ്? നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജം ഉണ്ടോ എന്ന്, സ്റ്റാർച്ച് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും? ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. അയഡിൻ ടെസ്റ്റ്. മെറ്റീരിയൽസ് റിക്വയർഡ്, ആവശ്യമായ സാമഗ്രികൾ: 2 ടെസ്റ്റ് ട്യൂബ്സ്, മിൽക്ക്, ഡൈല്യൂട്ടഡ് അയഡിൻ സൊല്യൂഷൻ, റൈസ് വാട്ടർ. റൈസ് വാട്ടർ എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം. ഓക്കെ, ഇനി ആക്ടിവിറ്റി. Take 2 test tubes, take milk in 1 test tube and rice water in the other one. അതായത് 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, ഒരെണ്ണത്തിൽ അല്പം പാലും രണ്ടാമത്തേതിൽ അല്പം കഞ്ഞിവെള്ളവും എടുക്കുക. ആഡ് 2 or 3 ഡ്രോപ്സ് ഓഫ് അയഡിൻ സൊല്യൂഷൻ ടു ഈച്ച് ടെസ്റ്റ് ട്യൂബ്. ഓരോ ടെസ്റ്റ് ട്യൂബിലും 2-3 തുള്ളി അയഡിൻ സൊല്യൂഷൻ ചേർക്കുക. ഒബ്സർവ് ദ കളർ ചേഞ്ച് ഇൻ ബോത്ത് ടെസ്റ്റ് ട്യൂബ്സ് വെൻ അയഡിൻ സൊല്യൂഷൻ ഈസ് ആഡഡ്. ഈ അയഡിൻ ലൈന് ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലും ഉള്ള ആ ഒരു സൊല്യൂഷൻ്റെ നിറത്തിൽ വന്ന മാറ്റം നിരീക്ഷിക്കുക. റിപ്പീറ്റ് ദ സെയിം എക്സ്പെരിമെൻറ്റ് വിത്ത് അതർ ഫുഡ് ഐറ്റംസ് യു ഈറ്റ്. നിങ്ങൾ കഴിക്കുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം റിപ്പീറ്റ് ചെയ്യുക. റിക്കോർഡ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ ടേബിൾ. നിങ്ങൾ കണ്ടെത്തിയത് ഒരു ടേബിളിൽ എഴുതി ചേർക്കുക. ഇവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിൽ ഫുഡ് ഐറ്റംസും അവ പരീക്ഷിക്കുമ്പോൾ അയഡിൻ സൊല്യൂഷൻ ചേർത്ത് ഒരു എക്സാമിനേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത് എന്നാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഫസ്റ്റ് വൺ പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിൽ സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അയഡിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് ചേഞ്ച് ആയിരിക്കും കിട്ടുക? തീർച്ചയായിട്ടും പൊട്ടറ്റോയിൽ സ്റ്റാർച്ച് ഉണ്ട് അല്ലേ? അവിടെ എന്ത് കളറായിരിക്കും ഉണ്ടാവുക? ഡാർക്ക് ബ്ലൂ ഇൻ കളറായിരിക്കും ഉണ്ടാവുക. ഇനി ക്യുക്കമ്പറിൽ സ്റ്റാർച്ച് ഉണ്ടോ? ഇല്ല. ആൻഡ് അപ്പോൾ നോ കളർ ചേഞ്ച് എന്ന് എഴുതാം. മൈദയിൽ സ്റ്റാർച്ച് ഉണ്ട്, അപ്പോൾ ഡാർക്ക് ബ്ലൂ ഇൻ കളർ എന്ന് എഴുതാം. എഗ് വൈറ്റിൽ സ്റ്റാർച്ച് ഉണ്ടോ? ഇല്ല, അപ്പോൾ നോ കളർ ചേഞ്ച് എന്ന് ഇവിടെ എഴുതാം. ഓക്കെ, വെൻ അയഡിൻ കമ്പൈൻസ് വിത്ത് സ്റ്റാർച്ച് എ ഡാർക്ക് ബ്ലൂ കളർ ഈസ് ഫോംഡ്. അതായത് സ്റ്റാർച്ച് അയഡിനുമായിട്ട് ചേരുമ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് ഉണ്ടാകുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റാർച്ച് ദ ഇൻറ്റൻസിറ്റി ഓഫ് ബ്ലൂ കളർ വേരീസ്. അതായത് സ്റ്റാർച്ചിൻ്റെ അളവിനനുസരിച്ചിട്ട് ഈ ബ്ലൂ കളറിൻ്റെ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് അതിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഐറ്റംസ് വിത്ത് മോർ സ്റ്റാർച്ച് കണ്ടൻറ്റ് ബേസ്ഡ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ബ്ലൂ കളർ ഫോംഡ് വെൻ അയോഡിൻ വാസ് ആഡഡ്. നിങ്ങൾ പരിശോധിച്ച ഈ ഭക്ഷ്യവസ്തുക്കളിൽ ഏതിലാണ് സ്റ്റാർച്ച് കൂടുതലായിട്ടുള്ളതെന്ന് അയഡിൻ ലൈന് ചേർത്തപ്പോൾ ഉണ്ടായ ആ ഒരു കളറിൻ്റെ കാഠിന്യവും നിരീക്ഷിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. യു ഹാവ് ഓൾറെഡി ലിസ്റ്റഡ് ദ ഫുഡ് ഐറ്റംസ് യു യൂഷ്വലി ഈറ്റ്. നിങ്ങൾ സാധാരണ കഴിക്കുന്ന ആഹാരം നിങ്ങൾ നേരത്തെ തന്നെ ഒരു ബോക്സിൽ എഴുതിയിരുന്നു. അനലൈസ് ദ ടേബിൾ ആൻഡ് എക്സാമിൻ വെദർ മോർ ഫുഡ് ഐറ്റംസ് യു കൺസ്യൂം കണ്ടെയ്ൻ സ്റ്റാർച്ച്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടേബിൾ നിങ്ങൾ ഒന്ന് വിശകലനം ചെയ്തിട്ട് സ്റ്റാർച്ചുള്ള ആഹാര വസ്തുക്കളാണോ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഈ ബോക്സിലുള്ളത് ശ്രദ്ധിക്കുക.
മില്ലറ്റ്സ്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുധാന്യങ്ങളാണ് മില്ലറ്റ്സ്. മില്ലറ്റ്സ് ആർ ദ ക്രോപ്സ് വിച്ച് ബിലോങ് ടു ഗ്രാസ് സ്പീഷീസ്. അതായത് പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. മില്ലറ്റ്സ് കണ്ടെയ്ൻ ഹയർ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ദാൻ റൈസ് ആൻഡ് വീറ്റ്. അപ്പോൾ മില്ലറ്റ്സിൽ ഈ റൈസിലും വീറ്റിലും അരിയിലും ഗോതമ്പിലും ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ വളരെ ഗുണമേന്മയുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ മില്ലറ്റ്സിലുണ്ട്. മില്ലറ്റ്സ് ആർ റിച്ച് ഇൻ ഫൈബേഴ്സ്, പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡൈജഷൻ. അതായത് ഈ നാരുകളാൽ സമ്പന്നമായ, ഫൈബേഴ്സിനാൽ സമ്പന്നമായ ഈ ചെറുധാന്യങ്ങൾ മില്ലറ്റ്സിൽ ദഹന പ്രക്രിയയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഇൻ ദ പാസ്റ്റ് മില്ലറ്റ്സ് വെയർ യൂസ്ഡ് ആസ് ഫുഡ് ഫോർ ആനിമൽസ് ആൻഡ് ബേർഡ്സ്. പണ്ട് കാലങ്ങളിലൊക്കെ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഈ മില്ലറ്റ്സ് ഉപയോഗിച്ചിരുന്നത്. ഹ്യൂമൻസ് ഓൾസോ സ്റ്റാർട്ടഡ് കൺസ്യൂമിങ് മില്ലറ്റ്സ് ആഫ്റ്റർ റിയലൈസിങ് ദെയർ ന്യൂട്രീഷണൽ വാല്യൂ. അപ്പോൾ നമ്മൾ എപ്പോൾ തുടങ്ങിയാണ് കഴിച്ചു തുടങ്ങിയത്? ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് നമ്മളും ഇതൊക്കെ ആഹാരമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. മില്ലറ്റ്സ് ഇൻക്ലൂഡ് ഫിംഗർ മില്ലറ്റ്, ബജ്ര, ഫോക്സ്റ്റെയിൽ മില്ലറ്റ്, മെയ്സ്, ലിറ്റിൽ മില്ലറ്റ് എക്സെട്ര. അപ്പോൾ പലതരത്തിലുള്ള മില്ലറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ മില്ലറ്റ് അതായത് റാഗി, ബജ്ര, തിന, ചോളം, ചാമ തുടങ്ങിയവയൊക്കെ ഈ മില്ലറ്റിൻ്റെ വിഭാഗത്തിൽ പെടുന്നവയാണ്. നെക്സ്റ്റ് വൺ, ഫോർ ഗ്രോത്ത്. ഈസ് ഇറ്റ് ഇനഫ് ടു ഇൻക്ലൂഡ് ഓൺലി കാർബോഹൈഡ്രേറ്റ് ഇൻ അവർ ഡയറ്റ്? നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ? ലെറ്റ്സ് ഫൈൻഡ് ദ അതർ ന്യൂട്രിയൻസ് നീഡഡ് ഫോർ അവർ ബോഡി. നമുക്ക് ആവശ്യമുള്ള മറ്റ് ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ കാർബോഹൈഡ്രേറ്റിനെ പറ്റിയാണ് പഠിച്ചത്. നെക്സ്റ്റ് വൺ, പ്രോട്ടീൻ. ഇവിടെ ഡോക്ടറും അമ്മയും ഒരു മകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ശ്രദ്ധിക്കാം. ഡോക്ടർ, മൈ സൺ ഓൾവേസ് സേസ് ദാറ്റ് ഹീ ഫീൽസ് വെരി ടയേർഡ്, ഹീ ഡസൻറ്റ് ഹാവ് ദ എനർജി ടു ഡു എനിത്തിങ്. അതായത് അമ്മ പറയാണ്, മോനൊന്നും ചെയ്യാനായിട്ട് ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുകയാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞത്? The child has growth issues. Give him foods like egg, green gram, groundnut, fish, milk, etc. in plenty. അപ്പോൾ കുട്ടിക്ക് വളർച്ചയുടെ ഒരു കുറവ് കാണുന്നുണ്ട്. മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാൽ തുടങ്ങിയ ആഹാര സാധനങ്ങളൊക്കെ ധാരാളമായിട്ട് കൊടുക്കണമെന്ന് ഡോക്ടർ അമ്മയോട് പറയുകയാണ്. Did you notice what the doctor told the child's mom? കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? Why does the doctor say so? എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം? Read the suggestions given by the dietitian in a program organized by the health club in the school. അപ്പോൾ സ്കൂളിലെ ഹെൽത്ത് ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഡയറ്റീഷ്യൻ കൊടുത്ത നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. പ്രോട്ടീൻ ഇസ് എ ന്യൂട്രിയൻറ്റ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. അതായത് ശരീരത്തിൻ്റെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽസ്, ഹെയർ, സ്കിൻ എക്സെട്ര. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് പേശികൾക്കും തലമുടി, സ്കിൻ ഇവയുടെയൊക്കെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. മോർ ഓവർ പ്രോട്ടീൻസ് പ്രൊവൈഡ് എനർജി. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നുണ്ട്. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കോസസ് ഡിസീസസ് ലൈക്ക് ക്വാഷിയോർക്കർ ആൻഡ് മരാസ്മസ്. അപ്പോൾ പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന 2 രോഗങ്ങളാണ് ക്വാഷിയോർക്കർ ആൻഡ് മരാസ്മസ്. ഓക്കെ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ? അപ്പോൾ ഈ ബോക്സിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ എല്ലാം ആൻസേഴ്സ് ഉണ്ട്. വാട്ട് ആർ ദ ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ? ക്വാഷിയോർക്കർ ആൻഡ് മരാസ്മസ് അല്ലേ? ഡിസ്കസ്, ചർച്ച ചെയ്യുക. വെൻ പിക്ചേഴ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ പ്രോട്ടീൻ ആർ ഗിവൻ ബിലോ, ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ്. അതായത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ പിക്ചേഴ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവ എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ ഫസ്റ്റ് പിക്ചർ എന്താണ്? ഗ്രീൻ ഗ്രാം അല്ലേ, ചെറുപയർ. ഇത് പനീർ. നെക്സ്റ്റ് വൺ കാഷ്യൂ നട്ട്സ്. ഇത് ഗ്രൗണ്ട് നട്ട്സ്, മീറ്റ്, ഫിഷ്, എഗ്സ് ആൻഡ് മിൽക്ക്. ഓക്കെ, വിച്ച് ഫുഡ് ഐറ്റംസ് എമംഗ് ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ യുവർ ഡയറ്റ്? ഇവയിൽ ഏതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്? ഡിസ്കസ്, ചർച്ച ചെയ്യുക. ദെയർ മേ ബി വെജിറ്റേറിയൻസ് എമംഗ് യു. നിങ്ങളിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ ഉണ്ടാവും. വാട്ട് ഫുഡ് ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദെയർ ഡയറ്റ് ടു കോമ്പൻസേറ്റ് ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ? അപ്പോൾ അവരിൽ പ്രോട്ടീൻ്റെ കുറവ് ഉണ്ടാകാതിരിക്കാൻ ആഹാരത്തിൽ എന്തെല്ലാം പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താമെന്നാണ്
ചോദിക്കുന്നത്. അതായത് നമ്മൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ബോക്സിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കും. പക്ഷേ വെജിറ്റേറിയൻസ് അവരെങ്ങനെയാണ് ഈ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഫൈൻഡ് ഔട്ട് മോർ ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ പ്രോട്ടീൻ ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. അപ്പം പ്രോട്ടീൻ അടങ്ങിയ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. ഇനി ഇതുവരെ നമ്മൾ പഠിച്ചത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് എന്ന 2 ന്യൂട്രിയൻസിനെ പറ്റിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ന്യൂട്രിയൻ്റ് ആണ് ഫാറ്റ്. ലൈക്ക് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ, ഫാറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ അസ്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും പോലെ തന്നെ കൊഴുപ്പും നമുക്ക് അത്യാവശ്യമാണ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്, ഇതും നമുക്ക് അത്യാവശ്യമാണ്. ഇഫ് വി കൺസ്യൂം ഈക്വൽ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്, വി വിൽ ഗെറ്റ് മോർ എനർജി ഫ്രം ഫാറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പം ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? കൊഴുപ്പിൽ നിന്നാണ്, ഫാറ്റിൽ നിന്നാണ്. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വെദർ ദ ഫുഡ് വി ഈറ്റ് കണ്ടെയ്ൻസ് ഫാറ്റ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഈ ഫാറ്റ് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? ഡു ദിസ് ആക്ടിവിറ്റി ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ഇൻ യുവർ ഡയറ്റ്. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു പ്രവർത്തനം, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഓയിൽ ഓൺ ഇറ്റ്. അതായത് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിലൊരു തുള്ളി എണ്ണ ഒഴിക്കുക. ഒബ്സർവ് ദ പേപ്പർ. ആ പേപ്പർ ഒന്ന് നിരീക്ഷിക്കുക. ലൈക്ക്വൈസ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഗീ ഓൺ അനദർ പീസ് ഓഫ് പേപ്പർ. ഇതുപോലെ തന്നെ വേറൊരു പേപ്പറിൽ നെയ്യും ഒഴിച്ചു നോക്കുക. ഐഡൻറ്റിഫൈ ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ബൈ ഒബ്സർവിങ് ദ ചേഞ്ചസ് ഇൻ ദ പേപ്പർ വെൻ ഗീ ആൻഡ് ഓയിൽ വെയർ ആഡഡ്. അപ്പോൾ എണ്ണയും നെയ്യും പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ ഒരു മാറ്റം നിരീക്ഷിച്ച് ആ ഫാറ്റിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് റബ്ബിങ് ദ ഫുഡ് ഐറ്റംസ് ഗിവൻ ബിലോ ഓൺ ദ പേപ്പർ. അപ്പോൾ താഴെ പറയുന്ന ഈ ഒരു കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സിൽ. ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ, ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഒരു പേപ്പറിൽ ഉരച്ചു നോക്കിയിട്ട് ഇതേ പരീക്ഷണം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ലിസ്റ്റ് ദം, ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ കണ്ടെത്തലുകളൊക്കെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. സോ ഹിയർ ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഒബ്സർവേഷൻ എന്താണെന്നുള്ളത് നിങ്ങളിവിടെ ഈ ബോക്സിൽ എഴുതണം. ഓക്കെ, ഇവിടെ ചിപ്സ് തന്നിട്ടുണ്ട്. അത് പേപ്പറിൽ ഉരച്ച് നോക്കിയിട്ട് ഇവിടെ അതിൻ്റെ ഫാറ്റിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ഇവിടെ എഴുതുക. അതുപോലെ റോ ബനാന, ക്രഷ്ഡ് സെസമെ, അതായത് റോ ബനാന എന്ന് പറഞ്ഞാൽ പച്ചവാഴയ്ക്ക, ക്രഷ്ഡ് സെസമെ ചതച്ച എള്ള്, സെസമെ എന്ന് പറഞ്ഞാൽ എള്ളാണ്, ചതച്ച എള്ള്. ഇനി ഡ്രൈഡ് കോക്കനട്ട്, ഉണങ്ങിയ തേങ്ങ. ഇനി ക്രഷ്ഡ് ഗ്രൗണ്ട് നട്ട്, അതായത് ചതച്ച നിലക്കടല. ഓക്കെ, ഇതൊക്കെ ഒരു പേപ്പറിൽ ഉരച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഫൈൻഡിങ്സ് എല്ലാം ഈ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ അതർ ഫുഡ് ഐറ്റംസ് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് കണ്ടെയ്ൻ ഫാറ്റ്. നിങ്ങൾക്കറിയാവുന്ന കൊഴുപ്പടങ്ങിയ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരുകൾ എഴുതുക. ഡസ് ദ ലിസ്റ്റ് കണ്ടെയ്ൻ ഫുഡ് ഐറ്റംസ് ലൈക്ക് ഓയിൽ, ഗീ, മീറ്റ്, എഗ്, കോക്കനട്ട്, സെസമെ, മസ്റ്റാർഡ്, ഗ്രൗണ്ട് നട്ട്, മിൽക്ക് ആൻഡ് ബട്ടർ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റിൽ എണ്ണ, നെയ്യ്, മാംസം, മുട്ട, തേങ്ങ, എള്ള്, കടുക്, നിലക്കടല, പാൽ, വെണ്ണ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. വി ഗെറ്റ് ഫാറ്റ് ഫ്രം പ്ലാന്റ് ആൻഡ് ആനിമൽ സോഴ്സസ്. അപ്പോൾ നമുക്ക് സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ഒബ്സർവ് ചെയ്ത് അവയുടെ പേരുകൾ അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസിഫൈ ദ ഗിവൻ പിക്ചേഴ്സ് ആസ് ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ആനിമൽസ്. ഓക്കെ, ഫസ്റ്റ് പിക്ചർ എന്താണ്? ഇവിടെ കോക്കനട്ട് ആണല്ലേ. അപ്പോൾ ഇത് കോക്കനട്ട് ഓയിൽ, ഇത് നെയ്യാണ്, ഗീ, ഇത് മത്സ്യ എണ്ണയാണ് അല്ലേ, ഫിഷ് ഓയിൽ, ദിസ് വൺ ബട്ടർ ആൻഡ് ദ ലാസ്റ്റ് വൺ സൺഫ്ലവർ ഓയിൽ. ഓക്കെ, ആൻഡ് ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ്, ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ആനിമൽസ്. അപ്പോൾ ഇവയെ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫാറ്റ് ഏതൊക്കെയാണെന്നും ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നവയിൽ നിന്ന് നമ്മൾ ഈ ബോക്സിലേക്ക് എടുത്തെഴുതണം. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫാറ്റ് ഏതാണെന്നും അതുപോലെ തന്നെ ആനിമൽസിൽ നിന്ന് ലഭിക്കുന്ന ഫാറ്റ് ഏതാണെന്നും നമ്മൾ ഈ പിക്ചർ നോക്കിയിട്ട് എടുത്തെഴുതണം. ഇപ്പം ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ഇത് കോക്കനട്ട് ഓയിൽ ആൻഡ് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന നെക്സ്റ്റ് വൺ സൺഫ്ലവർ ഓയിൽ. ഓക്കെ, ആൻഡ് ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ആനിമൽസ് ഗീ, നെയ്യ്, ദിസ് വൺ ഫിഷ് ഓയിൽ, നെക്സ്റ്റ് വൺ ബട്ടർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം
ആനിമൽസ് ആണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ, മജോറിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ലൈക്ക് വെജിറ്റബിൾസ്, റൈസ്, വീറ്റ് എക്സെട്ര കണ്ടെയ്ൻ സ്മോൾ എമൗണ്ട് ഓഫ് ഫാറ്റ്. അപ്പോൾ പച്ചക്കറി, പിന്നെ അരി, ഗോതമ്പ് തുടങ്ങിയ മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, കൊളസ്ട്രോൾ. ഹാവ് യു ഹെഡ് ഡോക്ടേഴ്സ് അഡ്വൈസ് നോട്ട് ടു ഈറ്റ് ടു മച്ച് ഫാറ്റി ഫുഡ്സ്? വാട്ട് കുഡ് ബി ദ റീസൺ? അതായത് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തായിരിക്കാം അതിൻ്റെ കാരണം? എ മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ ഈസ് എ ഫോം ഓഫ് ഫാറ്റ്. എ മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഈസ് റിക്വയർഡ് ഫോർ ദ ബോഡി. അതായത് ഫാറ്റിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഒരു മിതമായ അളവിൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇഫ് ദർ ഈസ് എക്സസ് കൊളസ്ട്രോൾ ഇൻ ദ ബ്ലഡ് ഇറ്റ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ഇന്നർ വോൾ ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് പ്രിവെൻറ്റ്സ് ബ്ലഡ് ഫ്ലോ. അതായത് മിതമായ അളവിൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ബ്ലഡിൽ കൊളസ്ട്രോൾ അധികമായി പോയാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടും. എന്നിട്ട് ആ രക്തത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ബ്ലഡിൻ്റെ ഫ്ലോ അത് തടസ്സപ്പെടുത്തും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ദിസ് മേ കോസ് ഫേറ്റൽ ഡിസീസസ് ലൈക്ക് സ്ട്രോക്ക് ആൻഡ് ഹാർട്ട് ഫെയിലിയേഴ്സ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഹൃദ്രോഗം, അതായത് ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ കാരണമാകും. ആൻഡ് ദ നെക്സ്റ്റ് ന്യൂട്രിയൻ്റ് ഈസ് വൈറ്റമിൻസ്. ഹാവ് യു ഹേർഡ് ഓഫ് വൈറ്റമിൻസ്? നിങ്ങൾ വൈറ്റമിൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? Vitamins are essential nutrients required in small quantities for the growth and health of our body. Let's understand the importance of vitamins. അതായത് ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വൈറ്റമിൻസ്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഇവിടെ താഴെ ഒരു ഡോക്ടറും ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അച്ഛൻ പറയാണ്, ഡോക്ടർ, മൈ സൺ ഗം ബ്ലീഡ്സ് വെനെവർ ഹീ ബ്രഷസ് ഹിസ് ടീത്ത് ആൻഡ് ചൂ സോളിഡ് ഫുഡ്. വാട്ട് ഈസ് ദ റീസൺ? ഡോക്ടർ, എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങളൊക്കെ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നു. എന്താണ് കാരണം? സോ ഡോക്ടർ പറയുന്നു, ബ്ലീഡിംഗ് ഗം മേ ഡ്യൂ ടു വൈറ്റമിൻ ഡെഫിഷ്യൻസി. ഫുഡ്സ് റിച്ച് ഇൻ വൈറ്റമിൻ സി ഷുഡ് ബി ടേക്കൻ അലോങ് വിത്ത് മെഡിസിൻ. അപ്പോൾ ഈ മോണയിൽ നിന്ന് അല്ലെങ്കിൽ ഗമ്മിൽ നിന്ന് വരുന്ന ഈ ഒരു ബ്ലീഡിങ് വൈറ്റമിൻസിൻ്റെ കുറവ് മൂലമാകാം. അപ്പം മെഡിസിൻസിൻ്റെ കൂടെ നമ്മൾ വൈറ്റമിൻ സി കൂടി അടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്ന് ഡോക്ടർ പറയുകയാണ്. ഓക്കെ, ഡോക്ടർ, ആർ ദെയർ വൈറ്റമിൻസ് ലൈക്ക് എ ആൻഡ് ബി? അപ്പോൾ വൈറ്റമിൻ എയും ബിയും ഒക്കെ ഉണ്ടോ ഡോക്ടറെ എന്ന് ഈ കുട്ടി ചോദിക്കുകയാണ്. ഡു യു ഹാവ് ദ സെയിം ഡൗട്ട്? ഈ കുട്ടിയുടെ സംശയം നിങ്ങൾക്കും അതുപോലെ ഉണ്ടോ? അനലൈസ് ദ ടേബിൾ ഗിവൻ ബിലോ ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്. സോ വിവിധതരം വൈറ്റമിൻസ് ഏതാണെന്നും അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാൻ നൽകിയിട്ടുള്ള ഒരു പട്ടികയുണ്ട്. ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഹിയർ വൈറ്റമിൻസ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യം. ഓക്കെ, വൈറ്റമിൻസും അവയുടെ ഓരോന്നിൻ്റെയും പ്രാധാന്യവുമാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, വൈറ്റമിൻ എ മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ഐസ് ആൻഡ് സ്കിൻ ആൻഡ് ഹെയർ. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ അത്യാവശ്യമാണ്. വൈറ്റമിൻ ബി മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ബ്രെയിൻ, നെർവ്സ്, ഹാർട്ട് ആൻഡ് സ്കിൻ. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ ബി സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, വൈറ്റമിൻ സി ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്, ഗം, ബ്ലഡ് വെസൽസ് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും അതുകൂടാതെ രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ സി സഹായിക്കുന്നു. വൈറ്റമിൻ ഡി ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. അതായത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ ഡി സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, വൈറ്റമിൻ ഇ ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് നെർവ്സ്. അതായത് നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ ഇ അത്യാവശ്യമാണ്. വൈറ്റമിൻ കെ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് വെൻ വൂൺസ് ഒക്കർ. അതായത് നമ്മുടെ ശരീരത്തിലെ മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ആൻഡ് ഹിയർ വിച്ച് വൈറ്റമിൻസ് ആർ എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ സ്കിൻ. അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻസ് ഏതെല്ലാമാണ്? ആൻഡ് വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് യു ഡോണ്ട് ഗെറ്റ് ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ ഡി.
നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഹാവിൻറ്റ് യു അനലൈസ് ദ ടേബിൾ, പ്രിപ്പയർ എ നോട്ട് ഓൺ വൈറ്റമിൻസ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിൾ നമ്മൾ വിശകലനം ചെയ്തല്ലോ. അപ്പോൾ വൈറ്റമിൻസിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. സോ ഇവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, നമുക്ക് എന്താണെന്ന് നോക്കാം. വൈറ്റമിൻ ഡി ആൻഡ് ബി കോംപ്ലക്സ്. സോ വൈറ്റമിൻ ഡി ആൻഡ് ബി കോംപ്ലക്സ്. വൈറ്റമിൻ ഡി ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം സൺലൈറ്റ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ട്രേസ് എമൗണ്ട് ഓഫ് ഇറ്റ് ഈസ് ഓൾസോ ഒബ്റ്റൈൻഡ് ഫ്രം ഫുഡ്. അപ്പോൾ ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ദിസ് വൈറ്റമിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. അപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിനും അതുകൂടാതെ രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമായ ഒന്നാണ്. ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി, ദ ബോൺസ് ഇൻ ചിൽഡ്രൻ ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ. അതായത് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ പെട്ടെന്ന് വളരെ ദുർബലമായി മാറുക, സോഫ്റ്റായിട്ട് മാറുകയോ ചിലപ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതായ ഒരു അവസ്ഥയോ ഉണ്ടാകാം. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് റിക്കറ്റ്സ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് എന്ത് പറയുക? റിക്കറ്റ്സ് എന്ന് പറയുക. സൺലൈറ്റ് ഈസ് ഗുഡ് ഫോർ ഗെറ്റിംഗ് വൈറ്റമിൻ ഡി. അപ്പോൾ വൈറ്റമിൻ ഡി ലഭിക്കുന്നത്, സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. ബി കോംപ്ലക്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 8 ഡിഫറെൻറ്റ് വൈറ്റമിൻസ് എസെൻഷ്യൽസ് ഫോർ ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി. അതായത് 8 തരം വൈറ്റമിൻ ബി കോംപ്ലക്സുകളുണ്ട്. അത് നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വൈറ്റമിൻ ബി കോംപ്ലക്സ് നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. ബി കോംപ്ലക്സ് ഈസ് എസെൻഷ്യൽ ഫോർ സെല്ലുലാർ ഹെൽത്ത്, ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, ഐസൈറ്റ്, ഫങ്ഷനിങ് ഓഫ് നെർവ്സ് ആൻഡ് കാർഡിയാക് ഹെൽത്ത്. അപ്പോൾ വൈറ്റമിൻ ഡി അതായത് വൈറ്റമിൻ ബി കോംപ്ലക്സ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ആവശ്യം? കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡികളുടെ പ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം, ഇവയ്ക്കൊക്കെ ബി കോംപ്ലക്സ് അത്യാവശ്യമാണ്. ആൻഡ് വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു പ്രിവെൻറ്റ് ദ ഫിസിക്കൽ ഇഷ്യൂസ് കോസ്ഡ് ബൈ വൈറ്റമിൻ ഡെഫിഷ്യൻസി. അതായത് വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള ആഹാരം കഴിക്കണം? ഒബ്സർവ് ദ ടേബിൾ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈറ്റമിൻസ്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് പരിശോധിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ്, വിവിധ തരത്തിലുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഫർ ബുക്സ് ആൻഡ് ഇലാബറേറ്റ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ ഫുഡ് ഐറ്റംസ്. അപ്പോൾ റെഫറൻസ് ബുക്കുകളൊക്കെ പരിശോധിച്ചിട്ട് നമുക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി ഈ ടേബിൾ കുറച്ചുകൂടി വിപുലമാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹിയർ ഫസ്റ്റ് വൺ വൈറ്റമിൻസ്. ഓൺ ദ അതർ സൈഡ് ഫുഡ് ഐറ്റംസ്. വി ഹാവ് ടു റൈറ്റ് ദ ഫുഡ് ഐറ്റംസ്. വൈറ്റമിൻ എ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ. ഫിഷിൽ വൈറ്റമിൻ എ ഉള്ള ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ വൈറ്റമിൻ എ ഏതിലാണ് ഉള്ളത്? ഫിഷിലുണ്ട്, ക്യാരറ്റ്. ഓക്കെ, ബാക്കി നിങ്ങൾ എഴുതണം. വൈറ്റമിൻ ബി മട്ട റൈസ്, സ്പിനാച്ച്. മട്ട റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മട്ടയരി, ബ്രൗൺ റൈസ് കണ്ടിട്ടില്ലേ, അതാണ്. സ്പിനാച്ച് ചീര. വൈറ്റമിൻ സി ഗൂസ്ബെറി ആൻഡ് ലെമൺ. അതായത് ഗൂസ്ബെറി നെല്ലിക്ക, നെല്ലിക്കയിലും നാരങ്ങയിലുമൊക്കെ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി ഏതിലാണുള്ളത്? ഫിഷിലും എഗ്ഗിലും. വൈറ്റമിൻ ഇ പീനട്ട്, ആൽമണ്ട്, അതായത് നിലക്കടലയിലും ബദാമിലൊക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ കെ ഏതിലാണുള്ളത്? ക്യാബേജ്, കോളിഫ്ലവർ. എക്സാമിൻ വെദർ യുവർ ഡെയിലി ഡയറ്റ് ഇൻക്ലൂഡ് ദ ഫുഡ് ഐറ്റംസ് മെൻഷൻഡ് ഇൻ ദ ടേബിൾ. അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഈ പട്ടികയിൽ, ഈ ബോക്സിൽ ഉള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. എഡിബിൾ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഒബ്റ്റൈൻഡ് ഫ്രം അവർ സറൗണ്ടിങ്സ് കണ്ടെയ്ൻ വൈറ്റമിൻസ് ഇൻ അബുണ്ടൻസ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകളും പഴവർഗ്ഗങ്ങളിലൊക്കെ വിവിധയിനം വൈറ്റമിനുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഹാവിൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂഡിംഗ് ഫുഡ് ഐറ്റംസ് ലൈക്ക് മുരിങ്ങ ലീവ്സ്, സ്പിനാച്ച്, ഗുവ, പപ്പായ ആൻഡ് മാംഗോ ഇൻ അവർ ഡയറ്റ്. അപ്പം മുരിങ്ങയില, പിന്നെ ചീര, പപ്പായ, പേരയ്ക്ക, മാങ്ങ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. Vitamins B and C are water soluble, whereas vitamins A, D, E and K are fat soluble. അതായത് വൈറ്റമിൻ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. അതേസമയം വൈറ്റമിൻ എ, ഡി, ഇ, കെ ഇവ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. In the absence of fat, these vitamins will not be absorbed by the body.
കൊഴുപ്പിൻ്റെ അഭാവത്തിൽ, കൊഴുപ്പിൻ്റെ ഇല്ലായ്മയിൽ ഈ വൈറ്റമിൻസ് ഒന്നും ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയില്ല. ഹാവിൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂഡിങ് ഫാറ്റ്സ് ഇൻ ദ ഡയറ്റ്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന്? ഓക്കെ, നെക്സ്റ്റ് വൺ, മിനറൽസ് ഇൻ ഫുഡ്സ്. മിനറൽസ് ഇൻ ഫുഡ്സ്. ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട്, എന്താണെന്ന് നോക്കാം. ഓൾ ആർ റിക്വസ്റ്റഡ് ടു റിപ്പോർട്ട് അറ്റ് ദ ഓഡിറ്റോറിയം. അയൺ ടാബ്ലറ്റ്സ് വിൽ ബി സപ്ലൈഡ് അറ്റ് 2 PM ടുഡേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകും, എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ് എന്നാണ് അനൗൺസ്മെൻറ്റ്. ഓക്കെ, ഡിഡ് യു നോട്ടീസ് ദ അനൗൺസ്മെൻറ്റ്? സ്കൂളിൽ ഈ അനൗൺസ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വൈ ആർ അയൺ ടാബ്ലറ്റ്സ് ഗിവൻ ടു ചിൽഡ്രൻ? എന്തിനാണ് കുട്ടികൾക്ക് അയൺ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത്? അയൺ ഈസ് എ മിനറൽ. അയൺ ഒരു ധാതുവാണ്. മിനറൽ എന്ന് പറഞ്ഞാൽ ധാതു. അയൺ ഈസ് എ മിനറൽ. സച്ച് കൈൻഡ് ഓഫ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദ ബോഡി. അപ്പോൾ അത്തരത്തിലുള്ള ചില മിനറൽസ് നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. വിച്ച് ആർ ദ മിനറൽസ് റിക്വയർഡ് ഫോർ അവർ ബോഡി? ഏതൊക്കെ മിനറൽസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുണ്ട്? ഹൗ ഡു ദീസ് മിനറൽസ് സപ്പോർട്ട് അവർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത്? അപ്പോൾ നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവ ഓരോന്നും എങ്ങനെയാണ് സഹായകമാകുന്നത്? അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഈ ഒരു ടേബിൾ പരിശോധിച്ച് അവ എങ്ങനെയാണെന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇമ്പോർട്ടൻറ്റ് മിനറൽസ്, ഫുഡ് ഐറ്റംസ് ആൻഡ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ് തന്നിട്ടുണ്ട്, അത് ഏതൊക്കെ ഫുഡ് ഐറ്റംസിലാണ് ആ മിനറൽസ് ഉള്ളതെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അവയുടെ പ്രാധാന്യം എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. അയൺ, ലീഫി വെജിറ്റബിൾസ്, ജാഗറി, ഫിഷ്, ലിവർ. അപ്പോൾ അയൺ മെയിനായിട്ടും കാണപ്പെടുന്നത് പച്ച വെജിറ്റബിൾസിലും അതുപോലെ ഇലക്കറികളില്ലേ അതിനകത്ത്, അതുപോലെ തന്നെ ജാഗറി, ശർക്കര, ഫിഷ്, ലിവർ എന്നിവയിലേക്കാണ് അയൺ കാണുന്നത്. അവിടെ പ്രാധാന്യം എന്താണ്? പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. അപ്പം രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. കാൽഷ്യം, എഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾസ്, ഫിഷ്. അപ്പം മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം ഇവയിലൊക്കെ കാൽഷ്യം ധാരാളമായി കാണപ്പെടുന്നു. ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ്, ടീത്ത് എക്സെട്ര. അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും അതുപോലെ തന്നെ ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. രക്തം കട്ട പിടിക്കുന്നതിനും എന്ത് സഹായിക്കുന്നു? കാൽഷ്യം സഹായിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, അയോഡിൻ. സീ ഫുഡ്സ്. അപ്പോൾ കടൽ വിഭവങ്ങളിലാണ് അയോഡിൻ മെയിനായിട്ടും കാണപ്പെടുന്നത്. ഹെൽപ്സ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ഇവ അയോഡിൻ സഹായിക്കുന്നു. വിച്ച് മിനറൽ ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്? വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു ഗെറ്റ് ദിസ് മിനറൽ? അതായത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മിനറൽ ഏതാണ്? ഇവ ലഭിക്കാൻ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? നെക്സ്റ്റ് വൺ, വൈ ഷുഡ് വി ഈറ്റ് സീ ഫുഡ്? കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? നെക്സ്റ്റ് വൺ, വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് വി അവോയ്ഡ് എഗ്, മിൽക്ക് ആൻഡ് ലീഫി വെജിറ്റബിൾസ്? ഡിസ്കസ്. അപ്പോൾ മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുക. നെക്സ്റ്റ് വൺ, ഹീമോഗ്ലോബിൻ. ഇവിടെ ബോക്സിൽ ശ്രദ്ധിക്കുക. ഹീമോഗ്ലോബിൻ ഈസ് ദ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ റെഡ് ബ്ലഡ് സെൽസ്. അതായത് ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഒരു കളറുള്ള ഒരു പിഗ്മെൻ്റ് ആണ് എന്ത്? ഹീമോഗ്ലോബിൻ. ഇറ്റ് ഇമ്പാർട്ട്സ് റെഡ് കളർ ടു ബ്ലഡ്. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു ദ സെൽസ് ആൻഡ് ബ്രിങ് ബാക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. മനസ്സിലായല്ലോ? ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ലീഡ്സ് ടു കണ്ടീഷൻ കോൾഡ് അനീമിയ. അതായത് ഇപ്പോൾ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന ഒരു അവസ്ഥയാണ് അനീമിയ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.